മുംബൈ ഇന്ത്യൻസ് IPL ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമുകളിൽ മുൻപന്തിയിലുള്ള സംഘം. കപ്പ് നോക്കിയാലും കളിക്കാരെ നോക്കിയാലും ആരാധകരെ നോക്കിയാലും മറ്റുള്ളവരെക്കാൾ മുന്നിലുണ്ട് മുംബൈ. ആരാധകർ വൺ ഫാമിലി എന്ന് ടാഗ് ലൈൻ ഇട്ട് വിളിക്കുന്ന സംഘം. എന്നാൽ കുറച്ചു നാളായി വൺ ഫാമിലിയിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്. വൺ ഫാമിലിയിൽ തന്നെ 4 കുടുംബങ്ങളുണ്ടെന്നും 4 ഭാഗത്താണെന്നുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾ. ടീമിൻ്റെ മോശം പ്രകടനം തുടരുന്നതിനിടെയാണ് ഉടമ കൂടിയായ ആകാശ് അംബാനി ചെന്നൈക്കെതിരായ മത്സരത്തിനിടെ ദേഷ്യപ്പെട്ട് പുറത്തുപോയത്. ചർച്ച മാറുകയാണ്. അംബാനിക്കും വേണ്ടേ മുംബൈയെ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരു എൽ ക്ലാസിക്കോയാണ്. തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം ഗുജറാത്തിനെതിരായ വമ്പൻ ജയത്തോടെ മുംബൈ ചിത്രത്തിലേക്കെത്തിയെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു നിൽക്കുമ്പോഴാണ് ക്ലാസിക് പോരാട്ടത്തിനും അരങ്ങൊരുങ്ങിയത്. ചെന്നൈയെ തോൽപ്പിച്ചിരുന്നെങ്കിൽ മുംബൈക്ക് പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കാമായിരുന്നു. എന്നാൽ 103 റൺസിൻ്റെ നാണം കെട്ട തോൽവിയാണ് മുംബൈയെ കാത്തിരുന്നത്. IPL ചരിത്രത്തിൽ റണ്ണടിസ്ഥാനത്തിൽ മുംബൈയുടെ ഏറ്റവും വലിയ തോൽവി, അതും തങ്ങളുടെ കോട്ടയെന്ന് എക്കാലവും അഹങ്കരിക്കാവുന്ന വാങ്കഡെ സ്റ്റേഡിയത്തിൽ. മുംബൈ വലിയ തോൽവിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, അതായത് 14-ാം ഓവറിൽ സൂര്യകുമാർ യാദവ് കൂടി പുറത്തായി നാണം കെട്ട തോൽവിയാകും ഇതെന്ന് ഉറപ്പായതോടെയാണ് ആകാശ് അംബാനി മൈതാനം വിട്ടത്. രോഷത്തോടെയാണ് അദ്ദേഹം സ്റ്റേഡിയം വിടുന്നത്. ഗാലറിയിലുണ്ടായിരുന്ന കാണികളോട് പോകാനും ആവശ്യപ്പെടുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പൊതുവെ വളരെ കൂളായാണ് ആകാശിനെയും നിത അംബാനിയെയുമെല്ലാം IPL സമയത്ത് കാണാറുള്ളത്. തോൽക്കുമ്പോഴും ജയിക്കുമ്പോഴുമെല്ലാം ടീം അംഗങ്ങളുമായി നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുമുള്ളത്. എന്നാൽ മത്സരം പൂർത്തിയാകും മുമ്പേ ആകാശ് അംബാനി മടങ്ങിയത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരുന്നത്. ഇതുവരെ ഒരു കപ്പ് പോലും നേടിയിട്ടില്ലെങ്കിലും തോറ്റാലും ജയിച്ചാലും എല്ലാ മത്സരത്തിലും വന്ന് താരങ്ങളോട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരുമാറുന്ന പ്രീതി സിൻഡയെ കണ്ടുപിടിക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ. ഹാർദിക്കിൻ്റെ ക്യാപ്റ്റൻസിയെ ചൊല്ലിയും ഡ്രസ്സിംഗ് റൂമിലെ അസ്വാരസ്യങ്ങളെ ചൊല്ലിയുമെല്ലാം നിലവിൽ വലിയ വിമർശനങ്ങൾ മുംബൈക്കെതിരെയുണ്ട്. ടീമുടമ തന്നെ ഇത്തരത്തിൽ ദേഷ്യത്തോടെ മത്സരശേഷം ഇറങ്ങിപ്പോയത് വൻ പൊട്ടിത്തെറികൾക്ക് ഇടയാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 2024 സീസണിന് മുന്നോടിയായാണ് ഹാർദിക് പാണ്ഡ്യയെ ഗുജറാത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത്. രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതു മുതൽ മുംബൈയിലെ ഐക്യം നഷ്ടപ്പെട്ടുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 5 തവണ മുംബൈക്ക് കിരീടം നേടിക്കൊടുത്ത രോഹിത്തിനെ ഒരു കാരണവുമില്ലാതെയാണ് നായകസ്ഥാനത്ത് നിന്ന് നീക്കിയത്. ഇന്ത്യൻ ടീം ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവും സീനിയർ താരമായ ജസ്പ്രീത് ബുംറയുമെല്ലാം ഉണ്ടായിട്ടും ഹാർദിക്കിന് ക്യാപ്റ്റൻസി കൊടുത്തതിൽ വലിയ എതിർപ്പുകൾ ടീമിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനേക്കാളുപരി സീനിയർ താരങ്ങളോടുള്ള ഹാർദിക്കിൻ്റെ പെരുമാറ്റം പലപ്പോഴും ആരാധകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഫീൽഡിങ്ങിനിടെ രോഹിത് ശർമ്മയെ മാറ്റുന്നതും ബൗൾ ചെയ്തുകൊണ്ടിരുന്ന ബുംറയുടെ ആവശ്യം തള്ളി സ്വന്തം ഇഷ്ടപ്രകാരം ഫീൽഡ് സെറ്റ് ചെയ്തതുമെല്ലാം ഇതിലെ ചില ഉദാഹരണങ്ങൾ മാത്രം. ക്യാപ്റ്റൻ എന്ന നിലയിലും ഓരോ മത്സരത്തിലും ഹാർദിക് പരാജയമാവുകയാണ്. ചെന്നൈക്കെതിരെ ടോസ് ലഭിച്ചിട്ടും ആദ്യം ഫീൽഡിംഗ് തിരഞ്ഞെടുത്ത തീരുമാനം തെറ്റായിരുന്നുവെന്ന് അശ്വിൻ പറയുന്നു. പിച്ചും കണ്ടീഷനും ഇത്ര നാളായിട്ട് മനസ്സിലാകാതെ ഒരു ക്യാപ്റ്റൻ പെരുമാറുന്നത് അത്ഭുതകരമാണെന്നാണ് മുൻ താരങ്ങൾ വിമർശിക്കുന്നത്. പരിചയസമ്പത്തില്ലാത്ത താരങ്ങളെ സമ്മർദ്ദഘട്ടത്തിൽ പന്തേൽപ്പിക്കുന്നതും ബൗളിങ്ങിൽ വരുത്തുന്ന മാറ്റങ്ങളും തെറ്റാണെന്നും പറയുന്നു. ചെന്നൈക്കെതിരെ 2 ഓവർ മാത്രമാണ് പാണ്ഡ്യ എറിഞ്ഞത്. 38 റൺസ് വഴങ്ങുകയും ചെയ്തു. ബാറ്റിങ്ങിൽ 1 റൺ മാത്രമെടുത്ത് പുറത്താവുകയും ചെയ്തു. മുംബൈയെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫ് ഏറെക്കുറെ അസ്തമിച്ചു കഴിഞ്ഞു. ഇനി നേരിയ സാധ്യത മാത്രമാണ് ബാക്കിയുള്ളത്. 7 കളികളിൽ നിന്ന് 4 പോയിന്റ് മാത്രമാണ് സമ്പാദ്യം. ശേഷിക്കുന്ന 7 കളികളിൽ 6 എണ്ണം ജയിക്കണം. റൺ റേറ്റും നിർണായകമാകും. 2022 മുതൽ 10 ടീമുകൾ കളിക്കുന്ന സാഹചര്യമായപ്പോൾ 16 പോയിന്റാണ് പ്ലേ ഓഫ് സ്പോട്ടിൻ്റെ ഒരു സേഫ് മാർക്കായി പറയപ്പെടുന്നത്. 2022 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും 2023 2025 മുംബൈ ഇന്ത്യൻസും 16 പോയിന്റുമായി 4ാം സ്ഥാനക്കാരായി പ്ലേ ഓഫിൽ കടന്നിരുന്നു. ഇതാണ് സാധാരണയായി വേണ്ട ഏറ്റവും കുറഞ്ഞ പോയിന്റ്. എന്നാൽ 2 വർഷം മുമ്പ് 4 ടീമുകൾ 14 പോയിന്റിൽ ഫിനിഷ് ചെയ്തിരുന്നു. അന്ന് ചെന്നൈ, ഡൽഹി, ലക്നൗ എന്നിവരെ റൺ റേറ്റിൻ്റെ മികവിൽ മറികടന്ന് ബാംഗ്ലൂർ പ്ലേ ഓഫിലേക്ക് മുന്നേറി. ശേഷിക്കുന്ന 7 മത്സരങ്ങളിൽ 5 എണ്ണം ജയിച്ചാലും മുംബൈക്കാകെ 14 പോയിന്റ് കിട്ടും. അത് അസാധ്യമൊന്നുമല്ലെങ്കിലും താരങ്ങളുടെ ഫോം വെച്ച് നോക്കുമ്പോൾ മുംബൈക്കത് കടുപ്പം തന്നെയെന്ന് പറയേണ്ടി വരും. ടോപ്പ് ഓർഡറും മിഡിൽ ഓർഡറും നിരാശപ്പെടുത്തുകയാണ്. ചെന്നൈക്കെതിരെ 200+ സ്കോർ പിന്തുടരുമ്പോൾ മുംബൈയുടെ പവർ പ്ലേ സ്കോർ 30 റൺസായിരുന്നു. 1 ഓവറിൽ 6 റൺസ് പോലുമില്ല. അവിടെ തന്നെ മുംബൈ തോറ്റെന്നാണ് വീരേന്ദർ സെവാഗിൻ്റെ അഭിപ്രായം. രോഹിത് ശർമ്മ തിരിച്ചു വരണം. ക്വിൻ്റൻ ഡീകോക്കും റയാൻ റിക്കൽട്ടണും തുടക്കത്തിലെ ഫോം മറന്നു. പകരമെത്തിയ ഡാനിഷ് മലേവാർ 2 മത്സരത്തിലും പരാജയമായിരുന്നു.
സെഞ്ചുറിയോടെ തിലക് വർമ്മ ഫോമിൻ്റെ സൂചനകൾ തന്നെങ്കിലും വീണ്ടും നിരാശപ്പെടുത്തി. ഹാർദിക്കും സൂര്യയും എന്തിനാ ബാറ്റിങ്ങിന് ഇറങ്ങുന്നതെന്ന് പോലും അവർക്കറിയില്ല. ബൗളിങ്ങിൽ ജസ്പ്രീത് ബുംറ ഇക്കോണമി കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിലും വിക്കറ്റുകൾ വീഴ്ത്താനാകുന്നില്ല. സീസണിൽ ഇതുവരെ 2 വിക്കറ്റുകൾ മാത്രമാണ് മുംബൈയുടെ ഇതിഹാസത്തിന് നേടാനായത്. പേസർമാരിൽ അശ്വിനി കുമാർ മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നത്. ഫോം ഔട്ടല്ല, താരങ്ങൾക്ക് സ്ഥിരതയില്ലാത്തതാണ് പ്രശ്നമെന്നാണ് മുംബൈയുടെ മുഖ്യ പരിശീലകൻ മഹേള ജയവർദ്ധന പറയുന്നത്. ഇനി എന്ന് ആ സ്ഥിരത വരുമെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. കാരണം അവർ കണ്ട അനുഭവിച്ച മുംബൈ ഇന്ത്യൻസ് ഇതല്ല.